നടുവിൽ നിന്നാണ് ഞാൻ വരുന്നതിൻ്റെ റീസൺ എത്ര മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഏറ്റവും അവസാനം ചെയ്ത എൻ്റെ കുഞ്ഞു സിനിമ ഓൾ കേരള കാസർഗോഡ് തിരുവനന്തപുരം വരെ നടത്തിയ മത്സരത്തിൽ 140 എൻട്രിയിൽ 40 ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും അതിൽ 20 ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും അത് 10 ആവുകയും 5 ആവുകയും അതിൽ 1 ആവുകയും ചെയ്തു. മികച്ച ക്യാമറ, മികച്ച ചൈൽഡ് ആർട്ടിസ്റ്റ്, അങ്ങനെ 5 അവാർഡുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ചൈൽഡ് ആർട്ടിസ്റ്റ് ഇല്ല, അവർ ഇന്നലെ പോയി. ബാക്കി ഞങ്ങളുടെ അവാർഡുകൾക്ക് മേഖലയില്ല, അത് കളക്ട് ചെയ്യാൻ വന്നതാണ്. ചിലപ്പോൾ തിരിച്ചു പോകുന്നതിൻ്റെ കമ്പനിയുടെ കോവർക്കേഴ്സിൻ്റെ അവരുടെ കാര്യമായിട്ടുള്ള ആഗ്രഹം ഒന്നുമില്ല. കാരണം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നതാണ്. ഇതെല്ലാം ഇതിൻ്റെ പോസ്റ്റ് സർവീസ് വേറെ പോയിരുന്നു. പക്ഷേ അതിനേക്കാൾ ഒരുപാട് ആയിട്ട്, കാരണം ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്. SPC, NSS തുടങ്ങിയ കുടുംബശ്രീ അങ്ങനെയുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും എത്രയും ദിവസം കണ്ടിന്യൂ ആയിട്ട് മോട്ടിവേഷൻ സ്പീക്കിംഗ് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ആളാണ്. പക്ഷേ ഇത്തരത്തിലുള്ള സംസാരം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു അനുഭവത്തിലാണ് ഇതിൽ കഴിയുന്നത്. ഒരുപാട് സന്തോഷം. 25 വർഷമായി ഈ ഫീൽഡിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓട്ടം അണിയറയിൽ 2-3 സിനിമകളുണ്ട് റിലീസ് ചെയ്യാൻ വേണ്ടി. ബാക്കി ചിലപ്പോൾ യൂട്യൂബ് എടുത്ത് അടിച്ചു നോക്കിയാലും ഏകദേശം 30ഓളം ചെറിയ സിനിമകൾ എൻ്റെ ഇത് കാണാം. 25 വർഷത്തിൽ ഏകദേശം 10,000-കണക്കിന് കുട്ടികൾക്ക് നാടകം പഠിപ്പിച്ചു കൊടുത്ത് സംസ്ഥാന യുവജനോത്സവത്തിൽ അടക്കം നാടക കിരീടം കൂടിയ ഒരുപാട് കുട്ടികളുണ്ട്. അതൊക്കെ സന്തോഷമാണ്. ഞാൻ ചെറിയൊരു സ്റ്റാർട്ടിംഗ് യാത്രയിലാണ്. ആ ഒരു യാത്രയുടെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹോസ്പിറ്റാലിറ്റിയാണ് നമ്മൾ യാത്രകളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ അതിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്നൊരു ജനതയായിട്ടാണ് ഞാൻ കേരള ജനതയെ കണ്ടിട്ടുള്ളത്. അതിൽ ഇങ്ങനത്തെ 4 മിന്നും താരങ്ങൾ വന്നപ്പോൾ ഒരു 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളൊരു കൺസെപ്റ്റിനെ പുറത്ത് വന്ന് പറയുന്നത്. നമ്മൾ വെറും തമിഴ് എന്ന് സൂക്ഷിക്കുന്ന തമിഴ്നാട്ടിൽ ചെന്നായ നമ്മളെ സാറേന്ന് വിളിച്ച് ഏറ്റവും വലിയ നിലനിൽക്കുന്ന ആൾ വരെ നമ്മളെ സാറേന്ന് വിളിച്ച് നമ്മളോട് പെരുമാറും. നമ്മുടെ സ്ഥാപനത്തിലാണ് നമ്മളെ സാറേന്ന് വിളിച്ച് പെരുമാറുള്ളൂ. അതേ ഹോസ്പിറ്റാലിറ്റിയിൽ നമ്മൾ തമിഴെന്ന് പറഞ്ഞ് ഒരു ജനത നമ്മളൊരാൾ വന്നു കഴിഞ്ഞാൽ അവരോട് എങ്ങനെ പെരുമാറുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. പല സാഹചര്യത്തിലും പല ഇതിലും നമുക്ക് ചെന്ന അനുഭവങ്ങളാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന സ്ഥാപനത്തിൽ 4-5 പ്രവർത്തകർ നമ്മോട് ഇങ്ങനെ പെരുമാറുന്നത്. അതുകൊണ്ടാണ് എനിക്ക് നമ്മൾ ഓരോരുത്തരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ ആയിരുന്നാലും എന്തുകൊണ്ട് ആയിക്കൂടാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതൊന്നും കൂടി ഇതാക്കാൻ വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ചെറിയ യാത്രയിലാണ്. ഞാനെടുക്കുന്ന ഒരു 10 സ്റ്റേറ്റ് 5 സ്റ്റേറ്റ് തുടങ്ങി എത്ര ഇറങ്ങിയിട്ടുള്ളൂ. അതൊക്കെ സ്റ്റാർട്ടിങ്ങാണ്. അപ്പോൾ എല്ലാവരും യാത്രകൾ തുടരുക, വെറൈറ്റി അനുഭവങ്ങൾ നേടുക. എല്ലാവർക്കും ശുഭ നേടുന്നതിനോട് ഞാൻ അവസരിപ്പിക്കുന്നു.